കയ്യിൽ തട്ടുമ്പോഴേക്കും അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മിന്നി മറയുന്നത് പോലെ തോന്നുന്നു. അവൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ പിന്നീട് സാങ്ങുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ഒരു കഥയാക്കി അത് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട സാർ രണ്ടുപേരെയും വിളിച്ചിരുത്തി പറയാണ്, നിങ്ങൾ ഈ എഴുതി വിട്ടിരിക്കുന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഈ കാണാതായി എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു ക്ലാസ്സിൽ അവരെല്ലാം ഇരിക്കുന്നതായി അവരെ കാണിക്കുന്നു. പിന്നീട് അതിലെന്തോ സംശയം തോന്നിയാലും പിന്നീട് കൗൺസിലിംഗ് എന്ന വ്യാജേന സാറിനെ പോയി കണ്ട് എന്താണ് ആ കുട്ടികൾക്കൊക്കെ സംഭവിച്ചത് എന്ന് സാറിനോട് നേരിട്ട് ചോദിക്കുന്നു. ഈ സമയം സാർ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആത്മാർത്ഥമായി അവരെവിടെയാണുള്ളതെന്ന് അറിയണമെന്ന്. അവൾ അതിന് വേണമെന്ന് പറയുമ്പോൾ ഒരു ചലഞ്ച് പോലെ ഒരു ടൈമർ അവൾക്ക് മുന്നേ വെച്ചിട്ട് പറയാണ്, ഈ സമയം തീരുന്നതിനുള്ളിൽ നിനക്ക് ആ ലോകത്തേക്ക് പോവാം. അവിടെ ട്രാപ്പായിരിക്കുന്ന അവരെ രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുവരാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ഈ ചലഞ്ചിൽ വിജയിച്ച് എല്ലാം പഴയതുപോലെ ആവുന്നതാണ്. അങ്ങനെ അവൾ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ആ ലോകത്തേക്ക് പോകുന്നു. ഇവൾ ഈ ലോകത്തേക്ക് പോകുമ്പോൾ തന്നെ റിയൽ ആയിട്ട് അവളുടെ ലോകത്തേക്ക് ഒരു പ്രതിരൂപം വരുന്നുണ്ട്. അത്